അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ നഴ്സ് വന്നിട്ട് ഭാനുവിന് മരുന്നൊക്കെ കൊടുക്കുന്നുണ്ട്. പിന്നാലെ തന്നെ ഡോക്ടറും എത്തുന്നുണ്ട്. അങ്ങനെ ഭാനുവിനെയൊക്കെ പരിശോധിക്കുകയാണ്. എന്നിട്ട് ഭാനു ഇപ്പോൾ ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. അതെ എന്ന് അവൾ തലകുലുക്കി സമ്മതിക്കുകയാണ്. എന്ത് മണ്ടത്തരമാണ് ഭാനു കാണിച്ചത്? താനൊരു മെഡിക്കൽ സ്റ്റുഡന്റ് അല്ലേ? ഭാനു കാരണം ആരൊക്കെയാണ് ഇപ്പോൾ വിഷമിക്കുന്നത് എന്ന് അറിയാമോ? ഇതുപോലൊക്കെ ചെയ്യുന്നവർ വല്ലതും അറിയുന്നുണ്ടോ? പക്ഷെ അവരെ സ്നേഹിക്കുന്നവർ എത്രമാത്രം ബുദ്ധിമുട്ടുന്നുണ്ടാവും. ഇങ്ങനെ ഒരു കേസ് ഇവിടെ ഹോസ്പിറ്റലിൽ തന്നെ നടന്നിട്ടുണ്ട്. ഭാനുവിനെ പോലെ തന്നെ ബുദ്ധിമോശം കാണിച്ച ഒരു ചെറുപ്പക്കാരൻ, അതും അച്ഛനമ്മമാരുടെ ഒരേ ഒരു മകൻ. ആ മകനെ ഇങ്ങോട്ടേ കൊണ്ടുവരുന്നത് അവന്റെ അമ്മയായിരുന്നു. ആ അമ്മ ഹൃദയാഘാതം മൂലം അപ്പം തന്നെ മരിച്ചു. പിറ്റേ ദിവസം ആ അമ്മയുടെ ബോഡിയുമായിട്ടാണ് മകൻ ഇവിടെ നിന്നും പോയത്. ഇതാണ് മനുഷ്യ ജീവിതം. എല്ലാം കേൾക്കുന്ന ഭാനുവിനൊന്ന് വിഷമാകാൻ ട്ടോ സോറി ഡോക്ടർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, നമ്മളെ സ്നേഹിക്കുന്നവരെ വിഷമിപ്പിക്കാതെ നമ്മൾ വേണം നോക്കാൻ. അപ്പോഴാണ് ഭാവന അവിടേക്ക് വരുന്നത്. ചേച്ചി എന്ന് വിളിച്ച് അവൾ എഴുന്നേൽക്കാൻ നിൽക്കുകയാണ്. എഴുന്നേൽക്കേണ്ട ഭാനു, നീ എവിടെ കിടക്കുക എന്ന് പറഞ്ഞ് ഭാവന അവൾ അവിടെ കിടത്തേണ്ട. അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട്, ഭാനു ഇപ്പോൾ നല്ല മിടുക്കിയായിട്ടുണ്ട് ഭാവന, ഇനി അവൾ ഇതുപോലെയൊന്നും ചെയ്യില്ല. ഞാൻ ഓരോ അനുഭവങ്ങൾ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. എന്തായാലും നിങ്ങൾ സംസാരിക്കും, ഞാൻ ക്യാബിനിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞ ഡോക്ടർ അവിടെ നിന്ന് പോവാൻ ട്ടോ. ശേഷം ഭാവന തൊട്ടടുത്തുള്ള ചെയർ നീക്കിയിട്ട് അവളുടെ അടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഭാനുവിനോട് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ ഓക്കെ ആണോ ഭാനു? ഞാൻ ഓക്കെയാണ് ചേച്ചി എന്ന് അവൾ പറയാണ്. മോളെ, നിനക്ക് എന്താ പറ്റിയത്? പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ മാത്രം നിനക്ക് എന്താണ് സംഭവിച്ചത്? അമ്മ പുറത്ത് തളർന്നിരിക്കുകയാണ്, അതറിയാമോ നിനക്ക് എന്ന് ചോദിക്കാൻ. അപ്പോൾ ഭാനു ആകെ കരയാണ് വീണ്ടും. മോളെ, നിന്നോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിച്ചതല്ലേ, എന്നിട്ട് നീ എന്തിനാ ഇങ്ങനെ തീരുമാനമെടുത്തത്? നിനക്ക് ജയേഷിനെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിനക്ക് എന്നോടൊരു വാക്ക് പറയാമായിരുന്നില്ലേ? എത്ര ത്യാഗം സഹിച്ചിട്ടാണെങ്കിലും ഞാൻ അത് നടത്തി തരുമായിരുന്നില്ലേ? അവന്റെയും അവന്റെ അച്ഛന്റെയും ക്യാരക്ടർ മനസ്സിലാക്കിയിട്ട് നീ തന്നെയല്ലേ അവരോട് പോയി സംസാരിച്ചത്, ആ ബന്ധം വേണ്ടാന്ന് വെച്ചതും? അപ്പോൾ ഭാനു കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്, ചേച്ചി എന്റെ തീരുമാനത്തിനും ഒരു മാറ്റവും വന്നിട്ടില്ല, പിന്നെ എന്തിനാ നീ കടുങ്കൈ ചെയ്തത് എന്ന് ഭാവന ചോദിക്കുകയാണ്. അപ്പോൾ ഭാനു കരഞ്ഞുകൊണ്ട് പറയാണ്, ഇന്നലെ രാത്രി അവൻ മറ്റൊരു നമ്പറിൽ നിന്നും എന്റെ ഫോണിലേക്ക് വിളിച്ചിരുന്നു ചേച്ചി. എന്നിട്ട് അവൻ പറഞ്ഞു കുറച്ച് വീഡിയോസ് അയച്ചിട്ടുണ്ട്, അതൊന്ന് നോക്കാൻ. ഞാനത് കണ്ടിട്ട് അഭിപ്രായം പറഞ്ഞാലേ സോഷ്യൽ മീഡിയയിൽ അവനത് പോസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടതും ഭാവന ആകെ ഷോക്കാവാണ്. അവൾ വല്ലാണ്ടങ്ങ് വിയർക്കാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ പതറി ചുറ്റും നോക്കുകയാണ്. പിന്നീട് ഭാവന പറയാണ്, ചേച്ചി പിന്നെ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞ് അവൾ കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അന്ന് അബോധാവസ്ഥയിൽ നിൽക്കുന്ന ഭാനുവിനെയും കൊണ്ട് ജയേഷ് ഹോട്ടലിൽ പോയ റൂമിൽ വെച്ച് അവളോടൊപ്പം കിടന്നിട്ടുള്ള ഫോട്ടോസൊക്കെ അവന്റെ ഫോണിൽ പകർത്തുന്നതൊക്കെ ആയിട്ടുണ്ടോ. ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ഭാവന ആകെ ഷോക്കാവുക, അവളാകെ തകർന്നു പോവാൻ ട്ടോ. ഭാനു ആവട്ടെ പൊട്ടിക്കരയുകയും ചെയ്യാണ്. പെട്ടെന്ന് ഭാവന ചോദിക്കുന്നുണ്ട്, ഭാനു എന്നിട്ട് നിന്റെ ഫോൺ എവിടെ? അത് റൂമിലുണ്ട് ചേച്ചി എന്ന് അവൾ പറയാണ്. സോറി ചേച്ചി, അപ്പോൾ ഞാൻ മറ്റൊന്നും ചിന്തിച്ചില്ല. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, ഭാനു നീ ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ നീ ജീവിതത്തിൽ നിന്ന് ഒളിച്ചിടേണ്ട ഒരു കാര്യവുമില്ല. ആവശ്യമില്ലാത്ത ചിന്തകളെല്ലാം നീ മനസ്സിൽ നിന്ന് കളയണം. എന്നിട്ട് നീ നിനക്ക് വേണ്ടി ജീവിക്കണം മോളെ. എല്ലാവരുടെ ജീവിതത്തിൽ ഒരു പ്രശ്നമില്ലെങ്കിലും മറ്റൊരു പ്രശ്നം നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിനൊക്കെ ആത്മഹത്യ ചെയ്യാൻ തീരുമാനം അത് വെറും ഒരു മണ്ടത്തരം മാത്രമാണ്. ഇവിടെ നമ്മൾ ജീവിച്ചു കാണിച്ചു കൊടുക്കണം, അതാണ് വേണ്ടത്. ഭാനു നീ വിഷമിക്കേണ്ട, അവനെ എന്താണ് ചെയ്യേണ്ടതെന്ന് ഈ ചേച്ചിക്കറിയാം. എന്നിട്ട് ഭാനുവിനോട് പറയുന്നുണ്ട്, ഭാനു എന്റെ തലയിൽ തൊട്ട് നീ സത്യം ചെയ്യും, ഇനി ഇതുപോലുള്ള അബദ്ധങ്ങളൊന്നും കാണിക്കില്ല എന്ന്. അങ്ങനെ ഭാനു ഒരുപാട് നേരം ആലോചിച്ചിട്ടാണെങ്കിൽ ഭാവനയ്ക്ക് മുന്നിൽ സത്യം ചെയ്യാൻ ട്ടോ. ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല ചേച്ചി എന്ന് ഭാനു പറയാം. ഇത് കേൾക്കുമ്പോൾ ഭാവന പറയുന്നുണ്ട്, എനിക്ക് ഇത്രയും കേട്ടാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോ. എന്നിട്ട് അവൾ തന്നെ സ്വയം കരയാണ്. ശേഷം മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ച് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് കടക്കുകയാണ്. പുറത്തു കടന്ന് ആളൊഴിഞ്ഞ സ്ഥലത്തെത്തുമ്പോൾ ഭാവനയുടെ ധൈര്യമില്ല പോവാൻ. അവൾ ആകെ തകർന്ന് അവിടെ ചുമരും ചാരി നിൽക്കുകയാണ്. ആ സമയത്താണ് ട്ടോ ഗായത്രി വന്ന് അവളെ പിടിക്കുന്നു. അറിയാതെ അവൾ ഞെട്ടിച്ചാടുകയാണ്. എന്താ മോളെ, എന്തു പറ്റിയെന്ന് ചോദിക്കാൻ ട്ടോ. നീ ഭാനുവിനെ കണ്ട, അവളോട് സംസാരിച്ചോ എന്നൊക്കെ ചോദിക്കാം. കണ്ടമേ, ഞാൻ അവളോട് സംസാരിച്ചു, പക്ഷെ അവൾ വ്യക്തമായിട്ടൊന്നും പറഞ്ഞില്ല. ഡോക്ടറും പറഞ്ഞു ഇപ്പോൾ അവളോടൊന്നും ചോദിക്കേണ്ടായിരുന്നു. എന്തായാലും അമ്മ കയറി അവളെ ഒന്ന് കാണും, പക്ഷെ അവളോട് ഒന്നും ചോദിക്കരുത് അമ്മ. അവളായിട്ട് ഒരു ദിവസം നമ്മളോട് എല്ലാം തുറന്ന് പറയും, അതുവരേക്കും നമ്മൾ കാത്തിരിക്കണം. ഇപ്പോൾ അവളോട് ചോദിച്ച് അവളെ വിഷമിപ്പിക്കേണ്ട. ഞാൻ പറഞ്ഞതെല്ലാം അമ്മക്ക് ഓർമ്മയുണ്ടല്ലോ എന്ന് വീണ്ടും ചോദിക്കേണ്ട അവൾ. അപ്പോൾ ഗായത്രി ചോദിക്കുന്നുണ്ട്, ഡോക്ടർ പോകുന്നതിനെ കുറിച്ച് എന്തെങ്കിലും പറഞ്ഞോ മോളെ? ആ, 1 മണിക്കൂർ കഴിഞ്ഞാൽ നമുക്ക് പോകാം എന്നാണ് പറഞ്ഞത്. അമ്മ പോയി ഭാനുവിനോട് സംസാരിക്കും, അപ്പോഴേക്കും ഞാൻ അവിടേക്ക് വരാം എന്ന് പറയാം. ഇതിപ്പോൾ ഗായത്രി ചോദിക്കാൻ, നീ എവിടെ പോകുന്നു ഭാവന? ഞാൻ ഡോക്ടറെ കണ്ടിട്ട് 1-2 കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് എന്ന് പറയാൻ. അങ്ങനെ അവൾ അവിടെ നിന്ന് പോവാണ്. ഗായത്രി ഭാനുവിനെ കാണാൻ വേണ്ടി റൂമിലെത്തിയാണ്. ഭാനുവിനെ കണ്ടതും മോളെ ഭാനു എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് പൊട്ടിക്കരയാണ് ട്ടോ ഗായത്രി. അമ്മ എന്ന് വിളിച്ച് അവളും കരയാണ്. അവളുടെ കൈ പിടിച്ചുകൊണ്ട് ഗായത്രി ചോദിക്കുന്നുണ്ട്, എന്താ മോളെ, എന്താ എന്റെ മോൾക്ക് സംഭവിച്ചത്? എനിക്കറിയാം എന്റെ മോൾക്ക് അവനെ അത്രക്കും ഇഷ്ടമായിരുന്നു അല്ലേ? അപ്പോഴത്തെ ദേഷ്യത്തിൽ നീ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിനക്ക് അവനെ മറക്കാൻ പറ്റുന്നില്ല അല്ലേ? അപ്പോൾ ഭാനു പറയുന്നുണ്ട്, അങ്ങനെയൊന്നും ഇല്ല അമ്മ, കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്, ഇനി ഞാൻ അങ്ങനെയൊന്നും കാണിക്കത്തില്ല. ഇപ്പോൾ തന്നെ മക്കളെ, നിനക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നമ്മളുടെ വീടിന്റെ അവസ്ഥ? എന്നിട്ട് കൈ കൂപ്പിക്കൊണ്ട് ഗായത്രി പറയുന്നുണ്ട്, എന്റെ പൊന്നു മക്കൾ, ദൈവത്തെ ഓർത്ത് ഇതുപോലുള്ള പരീക്ഷണങ്ങളൊന്നും ഈ അമ്മക്ക് തരരുത്. ഇതൊന്നും താങ്ങാനുള്ള ശേഷി ഈ അമ്മക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറഞ്ഞ് ഗായത്രി കരയാം. ഭാനുവും കരയാണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, സോറി അമ്മ, എനിക്കൊരു തെറ്റി പറ്റിപ്പോയി. അപ്പോൾ ഭാനു പറയുന്നുണ്ട്, ഭാവനേച്ചി നല്ല വിഷമിച്ചിട്ടാണ് പോയതമ്മ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നേക്കാൾ കൂടുതൽ വേദനിക്കുന്നത് നിന്റെ ഭാവനേച്ചിക്കാണെന്ന് നിനക്കറിയാമല്ലോ. അവളൊരു പാവമാണ്, ഗർഭിണിയാണെന്ന ചിന്തയില്ലാതെയാണ് അവർ ഓരോ കാര്യങ്ങൾക്കായി ഓടി നടക്കുന്നത്. ഏത് കാലത്താണാവോ അവൾക്ക് ഈ കഷ്ടപ്പാടുകളും ദുരിതങ്ങളൊക്കെ തീരുന്നത് ദൈവത്തിന് മാത്രമേ അറിയാം.
പക്ഷെ നീ ഇങ്ങനെ ഒരു ബുദ്ധിമോശം കാണിക്കുമെന്ന് ഞങ്ങൾ ആരും ഓർത്തില്ലല്ലോ. എല്ലാത്തിനും ഒരു കാരണമുണ്ടാവുമല്ലോ. നിന്റെ ചേച്ചി പറഞ്ഞത് നിന്നോടൊന്നും ചോദിക്കണ്ട എന്ന്. പക്ഷെ എനിക്കങ്ങനെ ചോദിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഗായത്രി പറയാം. അപ്പോൾ ഭാനു മനസ്സിൽ വിചാരിക്കുന്നത്, ഈശ്വര, ചേച്ചി ഒന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ എന്താണ് അമ്മയോട് പറയുക, എനിക്ക് അമ്മയോട് ഒന്നും പറയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ അവൾ മനസ്സിൽ വിചാരിക്കാൻ കേട്ടോ. അപ്പോഴേക്കും ഒരു നഴ്സ് അവിടെ വരുന്നുണ്ട്. എന്നിട്ട് ഒരു ഇഞ്ചക്ഷൻ എടുക്കാനുണ്ട്, പുറത്ത് നിൽക്കാൻ പറയട്ടെ ഗായത്രിയോട്. അങ്ങനെ ഗായത്രി പുറത്തേക്ക് ഇറങ്ങാണ്. പിന്നീട് കാണിക്കുന്നത് ജയേഷിന്റെ വീടാണ്. അവിടെ മുറ്റത്ത് നിന്ന് ജയേഷ് ആർക്കോ ഫോൺ ചെയ്യാൻ. ആ സമയത്താണ് ഭാവന അവിടെ എത്തുന്നത്. ഫോൺ സംസാരിക്കുന്നതിനിടയിൽ അവൻ തിരിഞ്ഞു നോക്കിയത് ഭാവനയെ കാണുകയാണ്. അവൻ ഷോക്കായി പോവാൻ കേട്ടോ. എന്നിട്ട് അവൻ ഫോൺ കട്ട് ചെയ്യാൻ ഉടൻ തന്നെ ഭാവന അവിടെ എത്തുകയാണ് കേട്ടോ. അവൾ ദേഷ്യത്തോടു കൂടി അവനെ നോക്കുന്നുണ്ട്. ശേഷം അവന്റെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി മുറ്റത്തേക്ക് വലിച്ചെറിയാൻ. ഫോൺ 2 പീസായിട്ട് അവിടെ ചിന്നിച്ചിതറി കിടക്കുകയാണ്. എന്റെ ഫോൺ ഇവിടെ, എന്റെ ഫോൺ ഇവിടെ, നീ എന്ന് പറഞ്ഞ് ഭാവനയുടെ നേരെ കൈ വീട്ടാണ്. അപ്പോഴേക്കും ഭാവന അവനെ പിടിച്ച് തള്ളുകയാണ്. എന്നിട്ട് മുഖത്ത് അടിക്കുന്നുണ്ട്. വീണ്ടും എഴുന്നേറ്റ് അവൻ അവന്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ട് ഓടി വരികയാണ്. പക്ഷേ ഭാവനയുടെ വിടുന്നത് ഒരു ആണെന്ന പോലെ അവൾ നന്നായിട്ട് അവന്റെ മുഖത്ത് തിരിച്ചും മറിച്ചും അടിച്ച് നന്നായിട്ട് പെരുമാറുകയാണ്. എന്നിട്ട് തൊട്ടു പോകരുത് എന്ന് പറഞ്ഞ് അവൾ വലിയൊരു കല്ലെടുത്തിട്ട് ബാക്കിയുള്ള അവന്റെ ഫോണിന്റെ 2 പീസസും ഇഞ്ചിഞ്ചായി അവൻ കുത്തി ചതക്കുകയാണ്. ഇത് കാണുന്ന അവന് ആകെ ഷോക്കാവും. അച്ഛാ എന്ന് ഉച്ചത്തിൽ അവൻ വിളിക്കാണ്. അങ്ങനെ മോഹൻ അവിടെ ഓടിയെത്തുക. അപ്പോഴേക്കും ഭാവന മോഹനെ പിടിച്ചു ഉന്താണ് കേട്ടോ. അവൻ പോയി ഒരു തൂണിന്റെ അടുത്ത് വീഴാണ്. മുഖം തൂണിലടിച്ച് മുഖം പൊട്ടി ബ്ലഡ് വരികയാണ് കേട്ടോ. വീണ്ടും ഭാവന ജയേഷിനെ പിടിച്ച് നന്നായിട്ട് അടിക്കുന്നുണ്ട്. നിലത്ത് വീണ് കിടക്കുന്ന അവന്റെ നെഞ്ചത്ത് ചവിട്ട് കൊടുക്കുകയാണ്. എന്തായി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് മോഹൻ പിടിച്ചു മാറ്റാൻ നിൽക്കുന്നുണ്ട്. അദ്ദേഹത്തെയും അവൾ പിടിച്ചു ഉന്താണ്. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളലും ഉന്തലും അടിയും പിടിയുമായിട്ട് ആകെ ബഹളാണ്. അപ്പോൾ അവിടേക്ക് രാജലക്ഷ്മി ഓടി വരികയാണ്. എന്താ നീ കാണിക്കുന്നത്? അപ്പോൾ ഭാവന പറയുന്നത്, ഇതേ കണ്ടില്ലേ, തൽക്കാലത്തേക്ക് ഞാൻ ഇത്രയേ ചെയ്യുന്നുള്ളൂ. ഇനി എങ്ങാനും ഇവൻ ഭാനുവിന്റെ ജീവിതത്തിലേക്ക് കയറാൻ ശ്രമിച്ചാൽ പിന്നെ നിങ്ങളുടെ മോൻ ജീവനോടെ ഉണ്ടാകില്ല എന്ന് പറയാൻ. അപ്പോൾ മോഹൻ അവൾക്ക് നേരെ കൈ നീട്ടിയിട്ട്, എടീ ഭാവന, നിന്റെ നാശമാണ് തുടങ്ങാൻ പോകുന്നത്, നീ കുറിച്ചിട്ടോ എന്ന് പറയാൻ. അപ്പോൾ ഭാവന പറയുന്നത്, ഇയാൾ എന്നെ ഒരു ചുക്കും ചെയ്യില്ല, ഇനിയെങ്കിലും ആളും തരവും നോക്കി ഇടപെടാൻ നോക്ക്. അപ്പോൾ ജയേഷ് ദേഷ്യത്തോട് ചോദിക്കുന്നത്, നീ എന്റെ ഫോൺ തല്ലി ചതച്ചുവല്ലോ. അതേടാ, ഈ ഫോൺ വെച്ചിട്ടല്ല നീ എന്റെ അനിയത്തി ഭാനുവിനെ ട്രാപ്പിലാക്കാൻ നോക്കിയത്. ഇനി നീ എന്ത് ചെയ്യുമെന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞ് ആ 2 പീസും എടുത്ത് അവൾ ദൂരേക്ക് നീട്ടി എറിയാൻ കേട്ടോ. എന്നിട്ട് ജയേഷിന് നേരെ വിരൽ ചൂണ്ടിയിട്ട് പറയുന്നുണ്ട്, ഇവിടെ നിർത്തിക്കോണം. അപ്പോൾ ജയേഷ് പറയണ, നീ ഈ വീട്ടിൽ കയറി വന്ന് തോന്നിവാസം കാണിച്ചതിന് നീ അനുഭവിക്കും. ഇത് കേട്ടതും ഭാവന വീണ്ടും അവന്റെ കോളർ പിടിച്ച് തള്ളുകയാണ് കേട്ടോ. എങ്ങനെ അവന്റെ തല ചെന്ന് അവിടുത്തെ മതിൽ ഇടിക്കും. അങ്ങനെ അത് പൊട്ടി ബ്ലഡ് ഒഴിക്കാൻ കേട്ടോ. എന്താണ് നീ കാണിച്ചത് എന്ന് മോഹൻ ചോദിക്കാം. അപ്പോൾ ഭാവന പറയുന്നത്, നിന്നെപ്പോലുള്ള ആഭാസന്മാരാണ് മര്യാദക്ക് പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നത്. നല്ല കുടുംബത്തിൽ പിറന്നിരുന്നെങ്കിൽ ഇവനിങ്ങനെ വഴിതെറ്റി പോകില്ലായിരുന്നു. കേട്ടോടോ ജയേഷെ എന്ന് പറഞ്ഞ് അവനെ വീണ്ടും തള്ളുകയാണ് കേട്ടോ. വേണ്ട ഭാവന എന്ന് പറഞ്ഞ് രാജലക്ഷ്മി മുന്നിൽ തടഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ ഉശിരോടെ തന്നെ ഭാവന അവിടെ നിന്ന് പോവാണ്. ശേഷം രാജലക്ഷ്മിയും മോഹനും ചേർന്ന് ജയേഷിനെയും താങ്ങിയെടുത്ത് അകത്തേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനാണ്. അവിടെ ഇന്ന് ഭരത് സബ് ഇൻസ്പെക്ടറായിട്ട് ജോലി കയറുകയാണ്. അങ്ങനെ അവരെ എല്ലാവർക്കും ലഡുവൊക്കെ വിതരണം ചെയ്യും. ആദ്യമായിട്ട് അഭിമാനപൂർവ്വം അവന്റെ കസേരയിൽ ചെന്ന് കയറിയിരിക്കുകയാണ്. എന്നിട്ട് അവൻ പഴയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ്. കൈക്കൂലി കൊടുത്ത് ഈ കസേര ഒപ്പിക്കാൻ ഞാൻ വേണ്ടി ശ്രമിച്ചതാണ്. പക്ഷെ എന്റെ ഭാവനച്ചിനെ സമ്മതിക്കാതിരുന്നത് കൊണ്ടും അവരുടെ പ്രയത്നം കൊണ്ടുമാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിയത്. അതുകൊണ്ട് എനിക്ക് അഭിമാനത്തോടു കൂടി ഈ ചെയറിൽ ഇരിക്കാം എന്ന് അവൻ ആശ്വസിക്കാൻ കേട്ടോ. എന്നിട്ട് അവൻ അന്നന്ന് വയ്യാത്ത സമയത്ത് ക്യാമ്പിനൊക്കെ സൂര്യയും ഭാവനയും കൂടി അവനെ പ്രോത്സാഹിപ്പിച്ച് അതിലെല്ലാം അറ്റൻഡ് ചെയ്യാൻ അവന് വിജയത്തിലെത്താനും സാധിച്ച ഓരോ കാര്യങ്ങൾ ആലോചിച്ചിരിക്കാൻ കേട്ടോ. ആ സമയത്താണ് അവനൊരു കോള് വരുന്നത്. അത് ACPയുടെ കോളായിരുന്നു കേട്ടോ. ആ കോള് കേട്ടിട്ട് അവൻ ആകെ ഷോക്കായി നിൽക്കാൻ. അത് മറ്റൊന്നുമായിരുന്നില്ല, സ്വന്തം വീട്ടിലെ സ്വന്തം ചേച്ചിക്ക് എതിരെയുള്ള ഒരു കേസായിരുന്നു കേട്ടോ. ജയേഷിനെ വീട്ടിൽ കയറി തല്ലിയതിനെതിരെ മോഹൻ പരാതി കൊടുത്തതാണ് ഭാവനയ്ക്കെതിരായിട്ട്. തന്റെ പോലീസ് ജീവിതത്തിലെ ആദ്യത്തെ കേസാണ് ഇന്ന് അവൻ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത്. അതും തന്നെ ഇത്രയും കഷ്ടപ്പെട്ട് ഈ നിലയിലെത്തിച്ച ഭാവനച്ചിക്കെതിരെ. ഈശ്വര, എന്തൊരു വിധിയാണിത് എന്ന് അവൻ സ്വയം ആലോചിക്കാൻ. എന്നിട്ട് അവരുടെ കൂടെ അവനും ഭാവനയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോലീസ് വാനിൽ കയറി പുറപ്പെടുകയായി. അതേസമയം ഭാവന ഹോസ്പിറ്റലിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവൾ ഭാനുവിന്റെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് പറയുന്നുണ്ട് അമ്മയോട്, അമ്മേ, നമുക്ക് എന്തായാലും ഭാനുവിനെയും കൊണ്ട് വീട്ടിലേക്ക് പോകാം. എന്നിട്ട് ഭാനുവിനോട് പറയുന്നുണ്ട്, തെറ്റുകൾ ആർക്കും സംഭവിക്കാം മോളെ, അത് തെറ്റാണെന്ന് മനസ്സിലാക്കി സ്വയം തിരുത്താനും കഴിയണം. അങ്ങനെ കഴിയാതെ വരുമ്പോഴാണ് നമ്മുടെ മനസ്സ് കൈവിട്ടു പോകുന്നത്. അതുകൊണ്ട് ഇപ്പോൾ നിന്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നീ അങ്ങ് മറന്നേ. ഇനി മുതൽ നിനക്ക് പുതിയൊരു ജീവിതമായിരിക്കും. അതിനുള്ള വഴികളെല്ലാം ഈ ചേച്ചി കണ്ടെത്തിയിട്ടുണ്ട്. ഇനി അവൻ നിന്റെ പിന്നാലെ ഒരു ശല്യവുമായിട്ട് വരില്ല എന്ന് തന്നെ ഉറപ്പിച്ച് പറയാൻ. അപ്പോൾ ഗായത്രി ഒന്നും മനസ്സിലാകാതെ അവിടെ മുഖത്തെ നോക്കുന്നു. അമ്മേ, അവരെല്ലാം നമ്മോട് തുറന്ന് പറയും. ആ ഒരു ദിവസത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. അല്ലാതെ കൂടുതലായിട്ട് അവളോടൊന്നും ചോദിക്കേണ്ട. വാ, നമുക്ക് വീട്ടിൽ പോകാം എന്ന് പറയാൻ. അങ്ങനെ ഡോക്ടർ വന്ന് നോക്കുന്നുണ്ട്. ഭാനു ഓക്കെ എങ്കിൽ ഇനി ധൈര്യമായിട്ട് വീട്ടിലേക്ക് പൊക്കോളൂ. ഇനി ഇതുപോലെ ബുദ്ധിമോശമൊന്നും കാണിക്കരുത് കേട്ടോ എന്ന് പറയാണ്. അങ്ങനെ മരുന്നെല്ലാം കുറിച്ച് അതെല്ലാം വാങ്ങിയിട്ട് അവർ വീട്ടിലേക്ക് യാത്രയാവാൻ കേട്ടോ. അതേസമയം തന്നെ ഭരത് ACPയുടെ കൂടെ ഭാവനയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട്ടിലേക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ വഴിയെ ആകെ അസ്വസ്ഥനാണ്. അവസാനം അവരുടെ വീട് മുറ്റത്ത് വന്ന് നിൽക്കാൻ കേട്ടോ വണ്ടി. അവൻ വണ്ടിയിൽ നിന്നും ഇറങ്ങി
വീട് ഒന്നാകെ കണ്ണുകൊണ്ട് ഒന്ന് ഓടിച്ചു നോക്കുന്നുണ്ട്. എന്നിട്ട് ആകെ ടെൻഷനായിട്ട് അവിടെ നിൽക്കുകയാണ്. ആ സമയത്ത് ACP പിന്നാലെ തന്നെ ഇറങ്ങി വരികയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത് ഭരത്തിന്റെ വീടാണല്ലോ, നമ്മൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ഈ ഭാവന ഭരത്തിന്റെ സിസ്റ്റർ അല്ലേ. നോക്കൂ ഭരത്, ഒരു കാര്യം മനസ്സിലാക്കിക്കോളൂ, ഡ്യൂട്ടിക്കിടയിൽ സ്വന്തം ബന്ധങ്ങൾക്കൊന്നും യാതൊരു സ്ഥാനവുമില്ല. അതുകൊണ്ട് ഐശ്വര്യമായി തന്നെ പ്രതിയെ കസ്റ്റഡിയിൽ എടുത്തോളൂ. ഇത് നിന്റെ ആദ്യത്തെ കേസല്ലേ, ചെല്ലു എന്ന് പറയാണ്. അങ്ങനെ ഭരത് തല കുലുക്കിയിട്ട് അകത്തേക്ക് കയറി ചെല്ലുകയാണ് ട്ടോ. ആ സമയത്ത് ഭാനുവിനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തിയ സമയം എല്ലാവരും ചുറ്റും കൂടി നിന്ന് ഭാനുവിനെ ശുശ്രൂഷിക്കാൻ ട്ടോ. അപ്പോഴാണ് ഭരത് പോലീസ് വേഷത്തിൽ അവിടേക്ക് കയറി വരുന്നത്. ഭരത്തിനെ കണ്ടതും എല്ലാവരും ഷോക്കായിട്ട് ഒന്ന് എഴുന്നേറ്റ് നിൽക്കുകയാണ് ട്ടോ.